ലോകത്തിനു മുന്നിൽ തിളങ്ങുകയാണ് ഇന്ത്യ. അന്താരാഷ്ട്ര വേദികളിൽ പോലും ഇന്ത്യ മുഖ്യസ്ഥാനത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികൾക്കിടയിലും ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ തീരുമാനവും നീക്കങ്ങളും സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയാണ്. ഇന്ത്യയെ കൂടെ നിർത്താൻ പലവിധത്തിൽ ശ്രമിക്കുകയാണ് മറ്റ് നേതാക്കന്മാർ. ഇതിന്റെ ഭാഗമായിട്ടാണ് ലോക നേതാക്കൾ ഒന്നിനു പിറകെ ഒന്നായി ഇന്ത്യയിലെത്തുന്നത്. ഇത് ഏറെ നിർണായകമാക്കുകയാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുന്നേ തന്നെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ മേധാവി ഇന്ത്യയിൽ എത്തിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് റഷ്യയുടെ രഹസ്യാന്വേഷണ മേധാവി സന്ദർശനത്തിനായി എത്തിയത്. ഇപ്പോൾ സൗദി അറേബ്യയുടെയും ഇറാന്റെയും വിദേശകാര്യമന്ത്രിമാർ ഡൽഹിയിലെത്തുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇന്ത്യയുടെ പദവിയും നിലപാടും നിർണായകമാക്കിയിരിക്കുന്നത്. അഫ്ഗാനിലെ സംഭവവികാസങ്ങൾ പല മാറ്റങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇപ്പോൾ അഫ്ഗാനിൽ നടന്നുവരുന്ന അതിവേഗമുള്ള മാറ്റങ്ങളാണ് ഏഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാറ്റിമറിച്ചിരിക്കുന്നത്. താലിബാന്റെ പുതിയ ഭരണകൂടവുമായി കൂടുതൽ രാജ്യങ്ങൾ സഹകരിക്കാൻ ആരംഭിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ഇതാകട്ടെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നതാണ്. ചൈന താലിബാൻ ഭരണകൂടവുമായി സഹകരിക്കാൻ തുടക്കം മുതലേ തന്നെ താൽപര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഇന്ത്യ താലിബാന്റെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. നിലവിൽ താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ അടുപ്പം പുലർത്തുന്നില്ല. ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കൽ സംബന്ധിച്ച് ദോഹയിൽ വച്ച് താലിബാൻ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. എങ്കിലും മറ്റു അനുനയ നീക്കങ്ങൾ ഇന്ത്യ തുടങ്ങിയിട്ടുമില്ല. പിന്നാലെ കാബൂളിലെ എംബസി അടയ്ക്കുകയും ചെയ്തു. താലിബാനുമായി സഹകരിക്കാൻ ഒട്ടനവധി രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ചൈനയ്ക്ക് പുറമെ പാകിസ്ഥാൻ, റഷ്യ, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളും താലിബാനുമായി സഹകരിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. താലിബാൻ ഭരണകൂടത്തിന് ചൈന സാമ്പത്തിക സഹായം നൽകുമെന്ന വിവരങ്ങളും ഇതിനോടകം പുറത്തു വന്നിരുന്നു. ചൈന പൂർണ്ണമായും താലിബാനൊപ്പം നിൽക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇനി ഏഷ്യയിലെ മറ്റൊരു പ്രമുഖ രാജ്യം എന്ന നിലയിൽ ഇന്ത്യയുടെ നിലപാട് നിർണായകമാണ്. ഇതോടൊപ്പം തന്നെ ഇന്ത്യയെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോക നേതാക്കൾ ഒന്നിനു പിറകെ ഒന്നായി ഡൽഹിയിലേക്ക് വരുന്നത്. അഫ്ഗാന്റെ സുരക്ഷാ കാര്യങ്ങളിൽ ഇന്ത്യ കൂടുതൽ ഇടപെടണമെന്ന് നേരത്തെ അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് ശരിയല്ല എന്ന ഇന്ത്യയുടെ നിലപാട് അഫ്ഗാന്റെ കാര്യത്തിലും ആവർത്തിക്കുകയാണ്. അമേരിക്കയുടെയും റഷ്യയുടെയും രഹസ്യാന്വേഷണ മേധാവികൾ ഇന്ത്യയിലെത്തിയത് കഴിഞ്ഞ ആഴ്ചയാണ്. ഇതിന് പിന്നാലെ സൗദിയുടെയും ഇറാന്റെയും വിദേശകാര്യമന്ത്രിമാർ ഇന്ത്യയിലെത്താൻ പോകുന്നു എന്ന വിവരമാണ് പുറത്തു വന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലഹിയാൻ തിങ്കളാഴ്ച എത്തുമെന്ന് അറിയിച്ചിരുന്നു. എങ്കിലും അവസാന നിമിഷം സന്ദർശനം മാറ്റിവെക്കുകയായിരുന്നു. വൈകാതെ അദ്ദേഹം ഇന്ത്യയിലെത്തുമെന്നാണ് വിവരം. ഇത് ഏറെ ആകാംക്ഷയോടെയാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ രാജ്യങ്ങളുടെ ഉച്ചകോടി നടക്കാനിരിക്കുകയാണ്. ഇവിടെ വച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഇറാൻ വിദേശകാര്യമന്ത്രി പ്രാഥമിക ചർച്ച നടത്തും. ഇതിനുശേഷമാകും അദ്ദേഹം ഇന്ത്യയിലെത്തി കൂടുതൽ നേതാക്കളുമായി ചർച്ചകൾ നടത്തുക. എന്നാൽ സൗദിയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അലുസൈദ് രാജകുമാരൻ ഈ ആഴ്ച ഡൽഹിയിലെത്തും. വിദേശകാര്യമന്ത്രിയായ ശേഷം ഫൈസൽ രാജകുമാരന്റെ ആദ്യ വിദേശ സന്ദർശനം ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയെ എത്രത്തോളം പ്രാധാന്യത്തോടെ സൗദി കാണുന്നു എന്നതിന് തെളിവ് കൂടിയാകുന്നു ഇത്. സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസനം, സഹകരണം എന്നിവയ്ക്ക് പുറമെ അഫ്ഗാൻ മുഖ്യ വിഷയമാകുമെന്നാണ് വാർത്തകൾ. താലിബാൻ ഭരണകൂടത്തെ തള്ളിപ്പറയാൻ ഇതുവരെ തയ്യാറാകാത്ത രാജ്യങ്ങളാണ് സൗദിയും ഇറാനും റഷ്യയുമെല്ലാം. ചൈനയുടെയും പാകിസ്ഥാന്റെയും അമിതമായ ഇടപെടൽ അഫ്ഗാനിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട്. 1996 താലിബാൻ ഭരണകൂടത്തിന് സൗദിയും UAEയും അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ ഇത്തവണ ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതേസമയം ഇരു രാജ്യങ്ങളുടെയും കാബൂളിലെ എംബസികൾ അടച്ചിട്ടുമില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.